സമയത്ത് ദൈവവചന ശുശ്രൂഷയ്ക്ക് ആധാരമായിട്ട് എസ്തേറിന്റെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. And for short meditation, let's go to Esther, book of Esther, chapter 3 and verse 10. No, എസ്തേറിന്റെ പുസ്തകം 10-ാം അധ്യായം 3-ാമത്തെ വാക്യം. Sorry, Esther chapter 10 verse 3. യഹൂദനായിരിക്കുന്ന മൊർദെഖായി അഹശ്വേരോശ് രാജാവിന്റെ രണ്ടാമനും യഹൂദന്മാരിൽ വെച്ച് മഹാനും സഹോദര സംഘത്തിന് ഇഷ്ടനും സ്വജനത്തിന് ഗുണകാംക്ഷിയും തന്റെ സർവ വംശത്തിനും അനുകൂലവാദിയും ആയിരുന്നു. For Mordecai the Jew was next to the king Ahasuerus, and great among the Jews, and accepted of the multitude of his brethren, seeking the wealth of his people and speaking peace to all his seed. നാം ഈ എസ്തേറിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ when we come to the book of Esther, നമുക്കറിയാം ബാബിലോണിൽ നിന്ന് പിടിക്കപ്പെട്ടവരായി കൊണ്ടുവന്ന യഹൂദ ജനത്തിന്റെ ചരിത്രമാണ് നമുക്ക് ഈ എസ്തേറിന്റെ പുസ്തകം കാണുവാനായിട്ട് കഴിയുന്നത്. And all throughout the book we can see about the Israelites, the Jews that have been captured from Babylon. We can see that in the book. ഈ പുസ്തകം സ്ത്രീകളുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു പുസ്തകമായിട്ടും നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് കഴിയും. And we can see that this book is also addressed or said in the name of a woman. പ്രധാനപ്പെട്ടതായിട്ട് 4 വ്യക്തികളാണ് നമുക്ക് ഈ പുസ്തകത്തിനുടനീളം കാണുവാനായിട്ട് കഴിയുന്നത്. And mainly we can see 4 different characters in this book. ഒന്ന് അഹശ്വേരോശ് രാജാവ്. One is the King Ahasuerus. രണ്ടാമത് എസ്തേർ രാജ്ഞി. And second is Queen Esther. മൂന്ന് മൊർദെഖായി. And third is Mordecai. 4 ഹാമാൻ എന്ന വ്യക്തി. And fourth is Haman. എന്നാൽ ഇന്ന് രാത്രി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് മൊർദെഖായി എന്ന് പറഞ്ഞൊരു മനുഷ്യനെയാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. And today I would like to talk about this person called Mordecai. മൊർദെഖായി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു ചെറിയ മനുഷ്യൻ എന്നാണ്. And the meaning of the name Mordecai is like a little man. എന്നാൽ ഈ മൊർദെഖായി ദൈവ മുൻപാകെ ഒരു വലിയ മനുഷ്യനായിട്ട് ഉയർത്തപ്പെടുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയും. But this little man, Mordecai, in the eyes of the Lord, he has become a great person. നാം ഈ വായിച്ച വേദവാക്യത്തിൽ തന്നെ പ്രിയപ്പെട്ടവന്റെ ചില ഗുണവിശേഷങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. And in the same portion that we read, we can see some of his good characteristics. എന്നാൽ ആ നിലയിൽ മൊർദെഖായി ഉയർത്തപ്പെടുവാനായിട്ടുള്ള കാരണങ്ങൾ എന്താണെന്നുള്ളതാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. But today we will be talking about the reason why he was growing in the sight of the Lord. എങ്ങനെയാണ് ഈ ചെറിയ മനുഷ്യൻ വളർത്തപ്പെട്ട് അല്ലെങ്കിൽ വളർന്ന് ഒരു വലിയ മനുഷ്യനായി തീരാനിടയായി തീർന്നത്? How is it that this small person has grown and also become good in the sight of the Lord? വളരെ വേഗത്തിൽ ചിലപ്പോൾ പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിക്കാനായിട്ട് കർത്താവിൽ ആശ്രയിക്കുക. Very quickly we will talk about this and end this topic. ഒന്നാമതായിട്ട് നമുക്കറിയാം 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. Firstly we see about chapter 2 verse 7. അവിടെ നിന്ന് വായിക്കുന്നു, അവൻ തന്റെ ചിറ്റപ്പന്റെ മകളായ എസ്തേർ എന്ന ഹദസേക്ക് അമ്മയപ്പന്മാർ ഇല്ലായകൊണ്ട് അവളെ വളർത്തിയിരുന്നു. ഈ യുവതി രൂപവതിയും സുമുഖിയുമായിരുന്നു. അവിടെ അപ്പനും അമ്മയും മരിച്ച ശേഷം മൊർദെഖായി അവളെ തനിക്ക് മകളായിട്ട് എടുത്തു. And he brought up Hadashas, that is the Esther's his uncle's daughter, for she had neither father nor mother, and the maid was fair and beautiful, whom Mordecai, when her father and mother were dead, took for his own daughter. തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചില ഗുണവിശേഷങ്ങൾ, ഒന്ന് ആശയറ്റവർ അല്ലെങ്കിൽ അനാഥമായവർക്ക് അവിടുന്ന് പിതാവായിട്ട് തീരുവാനുള്ള ഒരു മനസ്സ് ഈ മൊർദെഖായിക്ക് ഉണ്ടായിരുന്നു. First good quality of Mordecai we can understand is that he was a person who could be like a father to a child who was orphan. നമ്മൾ വായിച്ച 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, തന്റെ ചിറ്റപ്പന്റെ മകളായ എസ്തേർ എന്ന പെൺകുട്ടി അനാഥമായിട്ട് തീർന്നു, മാതാപിതാക്കന്മാർ നഷ്ടപ്പെട്ടു. എന്നാൽ ആ പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം മൊർദെഖായി ഏറ്റെടുക്കുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയും. And we saw in that verse 7 where Esther's who was an orphan, and Mordecai felt sorry for her and also was able to take her as an orphan or as being a father. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, മൊർദെഖായി തന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ആ പെൺകുട്ടിയുടെ ആ പിതാവിന്റെ സ്ഥാനത്ത്, മാതാപിതാക്കന്മാരുടെ സ്ഥാനത്ത് നിന്ന് അതിനെ വളർത്തുവാനുള്ള ഒരു വലിയ മനസ്സ് ഈ മൊർദെഖായിക്ക് വന്നു കാണാനായിട്ട് കഴിയും. I'm thinking like this, Mordecai had a very good heart or a big heart to consider Esther as her own daughter, one who did not have father or mother. ഇന്ന് നാം അവസാന കാലങ്ങളിൽ ജീവിക്കുമ്പോൾ, today when we come to the times of the end, നമുക്കറിയാം മനുഷ്യരൊക്കെ സ്വയം സ്വസ്നേഹികളായിട്ട് അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്.
And today we are looking at people that are selfless people and are looking at themselves only. എന്നാൽ മൊർദെഖായെ കുറിച്ച് നാം 10-ാം അധ്യായത്തിൽ വായിച്ചപ്പോൾ കണ്ടു, തന്റെ സ്വജനത്തിന് വേണ്ടി ഒരു ഗുണകാംക്ഷിയായി തീരുവാൻ മൊർദെഖായ്ക്കിടയായി തീർന്നു. And we saw what was mentioned in chapter 10 and verse 3. അതുകൊണ്ടാണ് മൊർദെഖായി ഈ എസ്തേർ എന്ന പെൺകുട്ടിയുടെ ആ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം സമ്പൂർണ്ണമായും തന്റെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. And that is when we see that he had taken over the control or the responsibility of Esther. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്, മറ്റുള്ളവർക്ക് ആശ്രിതരായിട്ട് തീരുവാനായിട്ട് എന്നെയും നിങ്ങളെയും കുറിച്ചും ദൈവം ആഗ്രഹിക്കുക. And this is what exactly God desires from each one of us, that we might be able to be responsible people for others. ഇനി മൊർദെഖായുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണവിശേഷം, The second quality of Mordecai, അതിന്റെ 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, chapter 2 verse 8. നമുക്കറിയാം ഇവിടെ നമുക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഹൃദയം മൊർദെഖായുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. We see that Mordecai had a heart of encouraging others. നമുക്കറിയാം അഹശ്വേരോശ് രാജാവിന്റെ രാജസന്നിധിയിൽ അവിടെ രാജ്ഞിയായിരുന്ന സ്ത്രീ ആയിരുന്നു വസ്തി എന്ന് പറയുന്ന സ്ത്രീ. And we know that there was a queen Vashti who was there. എന്നാൽ രാജാവിന്റെ വാക്കുകൾ അല്ലെങ്കിൽ അനുസരിക്കാതെ തന്നിഷ്ടം പ്രവർത്തിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ആ നില രാജാവിനെ അനുസരിക്കാതെ വന്നുകൊണ്ട് വസ്തിയുടെ രാജ്ഞി സ്ഥാനം നഷ്ടമാകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. But we understand from that lesson that Vashti was not able to obey to the commandments of the king Ahasuerus, and then she had to lose that position. അങ്ങനെ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ച് വസ്തിയെ ആ രാജ്ഞി സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ അവിടെ ആ സ്ഥാനത്തേക്ക് കടന്നു വരുവാനായിട്ട് ഒരു സെലക്ഷൻ നടത്തുന്ന ഒരു രംഗം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. And also we see that when Vashti was moved away from that kingdom, there was a selection process, and that is when Mordecai was also be a part of it. നമുക്കറിയാം 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, Second chapter verse 8 we read. അവിടെ വായിക്കുന്ന രാജാവിന്റെ കൽപ്പനയും വിധിയും പരസ്യമായപ്പം അനേകം യുവതികളെ ശേഖരിച്ച് ശൂഷൻ രാജധാനിയിൽ ഹേഗാഗിയുടെ വിചാരണയിൽ ഏൽപ്പിച്ച കൂട്ടത്തിൽ എസ്തേറിനെയും രാജധാനിയിൽ അന്തപുരപാലകനായിരിക്കുന്ന ഹേഗാഗിയുടെ വിചാരണയിൽ കൊണ്ടുവന്നു കാണാനായിട്ട് കഴിയും. So it came to pass when king commandment and his decree was heard, and when many maidens were gathered together unto Shushan the palace to the custody of Haggai, that Esther was brought also unto the king's house to the custody of Haggai, keeper of the woman. നമുക്കറിയാം വസ്തിക്ക് പകരമായിട്ട് ഒരു രാജ്ഞിയെ രാജാവ് തെരഞ്ഞെടുക്കാനായിട്ട് പോവുകയാണ്. And we see that the king is trying to decide a queen instead of Vashti. അപ്പോൾ മൊർദെഖായി ഒരു കാര്യം ചെയ്യുകയാണ്, ഈ എസ്തേറിന് വേണ്ടിയിട്ട് കൂടെ ഒരു വലിയ ഒരു പ്രവൃത്തി ഇവിടെ ചെയ്യുകയാണ്. And we see that an act that Mordecai is doing here for Esther. മൊർദെഖായി ആ എസ്തേറിന് വേണ്ടിയിട്ട് രാജാവിന്റെ മുമ്പാകെ കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ എസ്തേറിന് രാജ്ഞിസ്ഥാനം കിട്ടത്തക്കവണ്ണമുള്ള ഒരു ക്രമീകരണത്തിന് വേണ്ടി ഒരു പ്രോത്സാഹനം ചെയ്യാൻ നമുക്ക് കാണുവാനായിട്ട് കഴിയും. And we see that Mordecai is trying to encourage Esther and also make the necessary arrangement so that she can also be presented in front of her as a queen. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, മൊർദെഖായി ഒരിക്കലും ചിന്തിച്ചില്ല അല്ലെങ്കിൽ എന്നേക്കാൾ വളർന്നു പോകും എസ്തേർ ഒരിക്കലും മൊർദെഖായിക്ക് ചിന്തിപ്പാനിടയായിട്ട് തീർന്നില്ല. I'm thinking like that Mordecai never felt in his mind that she would be able to be grown more than him. ഈ പെൺകുട്ടിയെ ഞാനാണ് വളർത്തിയത്, അല്ലെങ്കിൽ അവളുടെ ഉത്തരവാദിത്വങ്ങളൊക്കെ ഞാനാണ് ഏറ്റെടുത്തത്, അതുകൊണ്ട് എന്നേക്കാൾ ഒരിക്കലും ഉയർന്നു പോകാതിരിക്കരുതെന്ന് ഒരിക്കലും മൊർദെഖായി എസ്തേറിനെ കുറിച്ച് ആഗ്രഹിക്കുന്ന നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. We see that Mordecai never desired that Esther would be able to grow more than him, because he was the one who took care of him, and he never had in his mind. അങ്ങനെ അനേകം പെൺകുട്ടികളെ തിരഞ്ഞെടുത്ത് ആ രാജാവിന് സമ്മതമാകുമ്പോൾ മാത്രമേ അവർക്ക് രാജ്ഞിസ്ഥാനം ലഭിക്കുകയുള്ളൂ നമുക്ക് കാണുവാനായിട്ട് കഴിയുള്ളൂ. And we know that in front of all the other girls that are there, the king will only decide who the better one would be. എന്നാൽ ആ എസ്തേർ എന്ന പെൺകുട്ടിയെ അതിൽ നിലയിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മൊർദെഖായിയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. And we could see Mordecai, a person who was encouraging Esther to be one of that. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നതാണ് നാം മറ്റുള്ളവരെ ആത്മീയമായിരിക്കുന്ന നിലയിൽ പ്രോത്സാഹിപ്പിക്കുന്നവരായിട്ട് മാറണം. Dear beloved, that this is the same thing that God desires, that we should be able to be an encouragement for others. നമുക്കറിയാം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ബർന്നബാസ് എന്ന വ്യക്തിയെ കുറിച്ച് പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു. അവൻ നല്ലൊരു മനുഷ്യനായിരുന്നു ബർന്നബാസ് നമുക്ക് കാണാനായിട്ട് കഴിയും. And when we come to the New Testament also, we see about the person Barnabas, who was a good man, and he was the one who was encouraging others. നമുക്കറിയാം ശൗൽ കർത്താവിനെ കണ്ടതിനു ശേഷം അല്ലെങ്കിൽ പൗലോസ് തന്റെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിപ്പാനായിട്ട് കാരണക്കാരനായി തീർന്ന ബർന്നബാസ് ആയിരുന്നു നമുക്ക് കാണുവാനായിട്ട് കഴിയും. And we know very well that Saul, the person who had changed to Paul, he was the main person for this transformation was Barnabas. പൗലോസ് ശുശ്രൂഷയിലേക്ക് കടന്നു വരുമ്പോൾ ആളുകൾ ആ നിലയിൽ ശ്രദ്ധിക്കപ്പെടുവാൻ കഴിയാതെ അല്ലെങ്കിൽ ഒരു ഭീകരമായ മനുഷ്യനെ പോലെയാണ് പൗലോസിനെ ആളുകൾ കാണാനായിട്ട് ഇടയായി തീർന്നത്. And many of the people that were there was thinking Paul as a man of terror.
എന്നാൽ ബർന്നബാസിന് നന്നായി അറിയാമായിരുന്നു പൗലോസ് എന്തുകൊണ്ടും എന്നേക്കാൾ കഴിവുള്ളവനും എന്നേക്കാൾ മിടുക്കനും എന്നേക്കാൾ അല്ലെങ്കിൽ എല്ലാ നിലയിലും അവൻ അറിവുള്ളവനുമാണെന്നുള്ള ഒരു വലിയ കാര്യം ബർന്നബാസിന്റെ ഹൃദയത്തിൽ അറിയാമായിരുന്നു. But Barnabas knew in his heart that Paul was the one who was much better than him. He knew that word of God, and he was the one who would be able to grow more than him. എന്നാൽ ശുശ്രൂഷ സ്ഥാനത്തേക്ക് ഉയർത്തുവാൻ ബർന്നബാസിനിടയായി തീർന്നത് എത്രയോ വലിയ നല്ല കാര്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. What a great act that Barnabas did, that he was able to raise up Paul into that manner. നമുക്കറിയാം, എന്നാൽ നാളുകൾക്ക് ശേഷം പൗലോസിന്റെ ജീവിതത്തിലൂടെ നമുക്കത് കാണുവാനായിട്ട് കഴിയും. And again, after many years also, we see the similar act that Paul also had in his life. താൻ കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ നമുക്കറിയാം, ആ ഫിലോമോന്റെ വീട്ടിൽ നിന്ന് ഓടി വന്ന ആ ഒനോസിമോസിനെ ആ നിലയിൽ പ്രോത്സാഹിപ്പിച്ച് തിരികെ അവിടുന്ന് ആ ഫിലോമോന്റെ ഭവനത്തിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു പൗലോസിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. We know about the Paul that had who had also encouraged Onesimus when he had ran away from the house of Philemon. ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു തലമുറയെ നമ്മൾ വാർത്തെടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. One thing that I need to remind the Church of God is that we need to encourage the next generation. ഒരുപക്ഷേ അവരിലൊക്കെ ചില കുറവുകളൊക്കെ സംഭവിച്ചു വന്നേക്കാം. There might be shortcomings in them. എന്നാൽ അവരെ അടുത്തൊരു തലമുറയെ നാം വാർത്തെടുക്കേണ്ട ഉത്തരവാദിത്വം, അവരെ ആത്മീയമായി പ്രോത്സാഹിപ്പിക്കേണ്ട ഉത്തരവാദിത്വം എന്നെയും നിങ്ങളെയും കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയും. But definitely the God desires that we should be able to be an encouragement. They might be having faults, but we should be able to encourage them in coming days. ആ നിലയിൽ എസ്തേർ പെൺകുട്ടിയുള്ള ആ നിലയിൽ പ്രവർത്തിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയും. And we saw how Mordecai was doing the same act in relationship to Esther. നമുക്ക് മൂന്നാമത്തെ കാര്യം, എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന് 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നത്. And third quality about here Mordecai we can see from the same chapter verses 20 down to 23. അത്രയും നമുക്ക് വായിക്കാൻ സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറയട്ടെ, അവിടെ ഒരു അസൂയയില്ലാത്ത ഹൃദയം മൊർദെഖായിക്ക് ഉണ്ടായിരുന്നു കാണാനായിട്ട് കഴിയും. And we see Mordecai who had a quality of not being jealous. നമുക്കറിയാം, ഈ രാജാവിനെ അഹശ്വേരോശ് രാജാവിനെ കയ്യേറ്റം ചെയ്യാനായിട്ട് രണ്ടുപേർ ബന്ധപ്പെടുന്നു, അല്ലെങ്കിൽ അവർ അങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം മൊർദെഖായിയുടെ ചെവിയിലേക്ക് എത്തിയപ്പം ഈ മൊർദെഖായി ആ വസ്തുത തീർച്ചയായിട്ടും ഈ രാജാവിനെ അറിയിക്കാനുള്ള എല്ലാവിധ സോഴ്സസും മൊർദെഖായിക്ക് ഉണ്ടായിരുന്നു. And Mordecai also we know that there was a plan that was there to destroy King Ahasuerus, and that was when Mordecai was able to inform this incident to King Ahasuerus. എന്നാൽ അവിടെ മൊർദെഖായി ചെയ്യുന്നറിയാമോ, ആ വിഷയം എസ്തേറിൽ കൂടെ രാജാവിനെ അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മൊർദെഖായിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. But though Mordecai had the authority to convey it, but he informs it through Esther. ഇത് ഞാൻ ഓർപ്പിക്കുന്ന ദൈവവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഈ അസൂയ എന്ന് പറയുന്ന രോഗം ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു രോഗം തന്നെയാണ്. And this sickness of being jealous is something that will create a big disaster. ദൈവമക്കളുടെ ഇടയിൽ പോലും സംഭവിക്കാമാവുന്ന എല്ലാവരിലെയും കടന്നു വരാൻ കഴിയുന്ന ഒരു വലിയ രോഗമാണ് ഈ അസൂയ എന്ന രോഗം നമുക്ക് കാണാനായിട്ട് കഴിയും. And we know that this is some kind of a disease that is going to really spread even amongst the believers. നമുക്കറിയാം, തിരുവചനം പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമുക്കത് കാണാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന് 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ, and when we come back to Genesis chapter 4 and verse 5, ആദ്യത്തെ കൊലപാതകം നടന്നത് പോലും ഒരു വലിയ അസൂയയിൽ നിന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയും. And we see the first murder that had happened because of that jealousy. ദൈവം ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു കഴിഞ്ഞപ്പോൾ കയീന്റെ ഹൃദയത്തിലേക്ക് അസൂയ കടന്നു വരികയും തന്റെ സഹോദരനെ ഇല്ലായ്മ ചെയ്യുവാനായിട്ടുള്ള കാരണവും ഈ അസൂയയിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And we know the relationship about how Cain and Abel, when they were putting up the offerings, and when God had pleased the offering of Abel, how Cain had built up the jealousy in him. നമുക്കറിയാം, അതുപോലെ തിരുവചനം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, യാക്കോബ് തന്റെ മകനായിരിക്കുന്ന യോസഫിനെ മറ്റു മക്കളിൽ അധികമായി സ്നേഹിക്കുന്നു എന്നുള്ളൊരു വിചാരം ആ സഹോദരന്മാരിൽ കടന്നു വരികയും എത്രയോ വലിയ ധാരണമായ സ്ഥിതികളിലേക്ക് അത് കടന്നു പോകും നമുക്ക് കാണാനായിട്ട് കഴിയും. And we see the similar kind of jealousy that happened in the life of Joseph when Jacob had loved his son Joseph more, and how his brothers had also built up the jealousy amongst them. അവന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നിയിട്ട് അവനെ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞു കളയുന്നു, അല്ലെങ്കിൽ അവനെ കൊന്നുകളയുവാൻ പോലും അവർ പ്ലാൻ ചെയ്യുന്നതായിട്ടും തിരുവചനം പരിശോധിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. And when we go back to the word, we see that how the brothers are planning to put him into the dry pit, and also planned against to kill him also. തന്റെ സഹോദരനെ അവർ എന്നേക്കുമായി മറന്നു കളയുവാനിടയായി തീർന്നു. They were thinking about somehow getting rid of him forever. അസൂയ നിമിത്തം കൊലപാതകം നടന്നു. We saw how jealousy had turned out to be murder. അസൂയ നിമിത്തം തന്റെ സഹോദരനെ അവർ മറന്നു കളയുവാനിടയായി തീർന്നു. Because of jealousy, they were able to forget their brother. ഇനി നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കടന്നു വരുമ്പോൾ നമുക്കറിയാം, അബ്രഹാമും ലോത്തും വലിയ സമ്പന്നന്മാരായി മാറി.
And when again come back to Genesis, we see about Abraham and Lot, how rich people they were. അവർക്ക് ഇഷ്ടം പോലെ ധനം അല്ലെങ്കിൽ ആടുമാടുകൾ സർവ്വസമ്പത്ത് കൊണ്ട് അവർ നിറഞ്ഞവരായി രണ്ടുപേരും തീർന്നു. And they were complete, they had all the wealth that is needed with them. പക്ഷെ അവർക്ക് ഒന്നിച്ചു പാർക്കുവാൻ കഴിയാത്ത സാഹചര്യം അവരുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനിടയായി തീർന്നു. But there was a situation that arose where they were not able to stay together. അതിന്റെ കാരണം അവർ തമ്മിലുള്ള അസൂയയല്ല. And the reason we got between that is not because they had a jealousy. അവരുടെ ആടുമാടുകളെ മേയിക്കുന്ന ആളുകൾ തമ്മിൽ അവർക്ക് ചേർന്ന് പോകുവാൻ കഴിയാത്ത നിലയിൽ അവർ വേർപിരിയുന്നു നമുക്ക് കാണുവാനായിട്ട് കഴിയും. And the reason was because the servants between both of them who were taking care of the cattle, they had a difference of opinion in that way. എത്ര മാരകമായിരിക്കുന്ന ഒരു കാര്യമാണ് ഈ അസൂയ എന്ന് പറയുന്നത്. What a kind of dangerous disease is this jealousy. നമ്മൾ ഈ വായിച്ച വേദഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടു, കൊലപാതകത്തിൽ അവസാനിച്ചു. We saw about how it ended up to murder. സഹോദരനെ മറന്നു കളഞ്ഞു. How it made them forget the brothers. ബന്ധങ്ങൾ തകർന്നു. And spoiled the relationships. എത്ര വലിയ വിപത്താണ് ഈ അസൂയ നമുക്ക് കാണുവാനായിട്ട് കഴിയും. What a kind of disaster this thing will bring, the jealousy. ജെരമ്യാ പ്രവചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, When we come back to Jeremiah, ജെരമ്യാ പ്രവചനം 18-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ, when we come to 18th chapter verse 18, അവിടെ യെരമ്യാ പ്രവാചകൻ യഹൂദയോട് പറയുക, നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മടങ്ങി വരണം, നിങ്ങളുടെ കുറവുകളെ ഉപേക്ഷിച്ച് നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരണം എന്ന് പറഞ്ഞപ്പോൾ അവർ അനുസരിക്കാതെ അവനെതിരെ പ്രവർത്തിക്കുന്ന യഹൂദയെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. and we see about how prophet Jeremiah is trying to remind the people that you have to come back and repent for your sins, but we see they had rebelled against him and walked away. അത് മുഖാന്തരം എന്താ സംഭവിക്കുന്നത്? അവർ പറയാ, വരുക ഒന്നിച്ചു കൂടുക, നമുക്ക് നാവ് കൊണ്ട് അവനെ കൊന്നുകളയുക എന്ന് യെരമ്യാ പ്രവചനത്തിനെതിരെ പറയുന്ന മനുഷ്യനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. But that's what they say, that people are gathered together and say, come, let us smite him with the tongue and let us not give heed to his words. എന്നാൽ ഈ ചെറിയ മനുഷ്യനായ മൊർദെഖായിയുടെ ജീവിതത്തിൽ അസൂയയില്ലാത്തൊരു ഹൃദയം തന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്തു എന്നുള്ളത് എത്രയോ വലിയ ഒരു കാര്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. But when we come back to the life characteristics of Mordecai, we can see one of the best qualities that he had, that he did not have a heart of jealousy, and what a great thing that was. നാലാമത്തെ കാര്യം, നമുക്ക് 3-ാം അധ്യായത്തിന്റെ അതിന്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 2 മുതൽ 4 വരെയുള്ള വാക്യം. Come to the fourth quality, we can see in chapter 3 verse 2 and 3. അതിന്റെ 3-ാം അധ്യായത്തിന്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് സമയത്തിന് പരിമിതി ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്, ഇവിടെ ഹാമാനെ ഈ രാജാവ് ഉയർത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And we see how Haman was raised up by the king. ഹാമാന് എപ്പോഴും യഹൂദന്മാരോട് ഒരു വലിയ ശത്രുത ഉണ്ടായിരുന്നു നമുക്ക് കാണാനായിട്ട് കഴിയും. And we can see how Haman had always revenge or enmity with the Jews. ഈ ഹാമാൻ എന്ന മനുഷ്യൻ ഒരു അമാലേഖ്യനാണെന്ന് നമുക്ക് തിരുവചനം പരിശോധിക്കുമ്പോൾ കാണാനായിട്ട് കഴിയും. When we come back to the book, we can see that he was a person from Amalekites. അപ്പോൾ യഹൂദന്മാരെ സംബന്ധിച്ച് അമാലേഖ്യരുമായിട്ട് അവർക്ക് ഒരിക്കലും ചേർന്ന് പോകുവാൻ അല്ലെ അവർക്ക് ഇഷ്ടമല്ല എന്നുള്ളത് നമുക്ക് തിരുവചനം പരിശോധിക്കുമ്പോൾ കാണാനായിട്ട് കഴിയും. And all throughout the word of God, we can see that Jews never was going on well with the Amalekites. അപ്പോൾ ഇവിടെ ഹാമാനെ ഈ രാജാവ് ഉയർത്തിയപ്പോൾ ഹാമാൻ പറയുകയാണ്, എല്ലാവരും വന്ന് ഹാമാനെ കുമ്പിടണം എന്നൊരു നിയമം കൊണ്ടുവരുവാനിടയായിട്ട് തീർന്നു. And when the king had raised up Haman, we see about how he had made a law where all of them had to bow against him. അതിന്റെ 3-ാം അധ്യായത്തിന് 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ചരിത്രം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. And we will read chapter 3 verse 2 down 4, we can see about നാലാമതായിട്ട് മൊർദെഖായിയുടെ ജീവിതത്തിലുണ്ടായ ഗുണം ഇങ്ങനെ പറയട്ടെ, ഈ മൊർദെഖായി ആരാണെന്നുള്ള തിരിച്ചറിവ് മൊർദെഖായിക്ക് ഉണ്ടായിരുന്നു. And when telling about a quality about Mordecai, we can see from this chapter that he could understand who Mordecai was. നമുക്ക് ഈ 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ അവൻ ഇങ്ങനെ വായിക്കുന്നു, അവർ ഇങ്ങനെ ദിവസം പ്രതി അവനോട് പറഞ്ഞിട്ടും അവൻ അവരുടെ വാക്ക് കേൾക്കാതിരുന്നാൽ മൊർദെഖായിയുടെ പെരുമാറ്റം നിലനിൽക്കുമോ എന്ന് കാണേണ്ടതിന് അവർ അത് ഹാമാനോട് അറിയിച്ചു. താൻ യഹൂദൻ എന്ന് അവൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. Now it came to pass when they spake daily unto him, and he hearkened not unto them, and they told Haman to see whether Mordecai's matters would stand, for he told him that he was a Jew. നമുക്കറിയാം മൊർദെഖായിയെ സംബന്ധിച്ച് മൊർദെഖായിക്ക് അറിയാമായിരുന്നു, ഞാൻ ആരാണ്, എന്റെ ഐഡന്റിറ്റി എന്താണ്, ഞാനൊരു യഹൂദനാന്നുള്ളൊരു പൂർണ്ണ ഉറപ്പ് ആ മൊർദെഖായിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. From this we can understand that Mordecai knew who he was. He knew that he was a Jew, and he was able to stand firm for that. നമുക്കറിയാം ഹാമാനെ കുമ്പിട്ട് വണങ്ങുക അല്ലെങ്കിൽ ഹാമാന്റെ മുമ്പിൽ പോയി വണങ്ങുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു തെറ്റായിട്ട് അല്ലെങ്കിൽ ചിന്തിക്കാം, അങ്ങനെ വേണമെങ്കിൽ. കാരണം കോംപ്രമൈസ് എന്നുള്ള നിലയിൽ ആ മൊർദെഖായിക്ക് അത് ചെയ്താൽ വലിയ കുഴപ്പമൊന്നും സംഭവിക്കില്ല എന്ന് ചിന്തിച്ചേക്കാം.
But we can also think like this, that Mordecai could have done it because that would have been a compromise to bow down in front of Haman. എന്നാൽ ഒരു യഹൂദനെ സംബന്ധിച്ച് നമുക്കറിയാം, വലിയവനായിരിക്കും ദൈവം മോശ മുഖാന്തരം അവർക്ക് പ്രമാണം നൽകിയപ്പം ഞാനല്ലാതെ അന്യദൈവങ്ങളെ നിങ്ങൾ ഉണ്ടാക്കരുത്, അവയെ നമസ്കരിക്കരുത്, അവയെ സേവിക്കരുതെന്ന് ദൈവം അസന്നിഗ്ധമായിട്ട് അവരോട് പറഞ്ഞ വാക്കുകൾ അത് യഹൂദൻ എന്നുള്ള നിലയിൽ മൊർദെഖായി അനുസരിക്കുവാനായിട്ട് അത് പ്രാപ്തനായിരുന്നു എന്നുള്ളത് കാണുവാനായിട്ട് കഴിയും. But as a Jew, they knew very well that the commandment that the Lord that was given through Moses from God was that you should not bow down yourselves to any gods or to any other idols. And this is something that they kept it in their life. നമുക്കറിയാം മൊർദെഖായിക്ക് ഒരു പക്ഷെ പറയാമായിരുന്നു, ഞാൻ അടിമത്തത്തിലേക്ക് വന്നവനാണ്, എന്നെ പിടിക്കപ്പെട്ടുകൊണ്ട് വന്നവനാണ്, അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾക്ക് ആ നിയമങ്ങൾക്കും ബാധ്യസ്ഥനാണ്, അതുകൊണ്ട് അവനെ വണങ്ങിയേക്കാമെന്നുള്ള തീരുമാനത്തിൽ മൊർദെഖായിക്ക് കടന്നു വരുവാൻ കഴിഞ്ഞില്ല. കാരണം മൊർദെഖായിക്ക് അറിയാമായിരുന്നു, ഞാനൊരു യഹൂദനാണ്, ഒരിക്കലും ഒരു അമാലേക്കിൻ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ മുമ്പിൽ എനിക്ക് അവനെ വണങ്ങുവാനായിട്ട് ദൈവം അനുവദിക്കുന്നില്ലെന്നുള്ള ഒരു വലിയ തീരുമാനം മൊർദെഖായിക്ക് എടുക്കുവാനിടയായി തീർന്നു. And Mordecai was able to make the firm decision that he is a Jew, that he will not be able to bow down in front of anyone. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വിശ്വാസകോളത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഏറ്റവും വലിയ പരാജയത്തിന്റെ കാരണം എന്ന് പറയുന്നത് നാം ആരാണെന്നുള്ള ആ ഒരു വലിയ വിലയിരുത്തൽ നാം പലപ്പോഴും മറന്നു പോകുന്നവരായി തീരാറുണ്ട്. Beloved, nowadays the biggest failure that we have got in our lives is that we have forgotten the fact that who we are. നാം പലപ്പോഴും ലോക മനുഷ്യരെ പോലെ, ലോകക്കാരെ പോലെ ലോകം എന്ത് ചെയ്യുന്നു അതനുസരിച്ച് നാം മുൻപോട്ട് നീങ്ങാനായിട്ട് പലപ്പോഴും നാം ആഗ്രഹിക്കാറുണ്ട്. Many times we also try to just move along with the worldly people and try to do what the worldly people say, and we kind of forget about who we are. എന്നാൽ മൊർദെഖായി ഇങ്ങനെ ചിന്തിച്ചു, എന്ത് ശിക്ഷ എന്റെ ജീവിതത്തിൽ വന്നാലും ശരി തന്നെ എനിക്ക് ഹാമാൻ എന്ന് പറഞ്ഞ മനുഷ്യനെ വണങ്ങുവാനായിട്ട് കഴിയുന്നില്ല, ദൈവത്തിന്റെ വചനം അനുശ്വാസിക്കുന്നില്ല എന്നുള്ള ഒരു പൂർണ്ണമായ ഒരു തീരുമാനം മൊർദെഖായിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. But we see in the life of Mordecai that he was very firm with the decision that he had made, and whatever it might be causing, he would never bow down himself to Haman. നമ്മൾ ദാനിയേലിനെ കുറിച്ച് വായിക്കുന്നു. നമുക്കറിയാം, ദാനിയേലും ഒരു ആ രാജാവിന്റെ സന്നിധിയിലെത്തിയപ്പോൾ അവന്റെ ഭോജനം കൊണ്ടും അവൻ കഴിക്കുന്ന ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ലെന്ന് ഹൃദയത്തിൽ പൂർണ്ണമായ ഒരു തീരുമാനം ദാനിയേൽ എടുക്കുവാനിടയായിട്ട് തീർന്നു. And we see in the life of Daniel as well the same thing that he also done. He made a decision that he will not be able to eat the food that was offered to the king, and he also made a firm decision in his heart. കാരണം ദാനിയേൽ അറിയാമായിരുന്നു, ഞാൻ ആരാണ്, അവന്റെ ഐഡന്റിറ്റി അവൻ മറന്നു പോകാതെ അവൻ ഏത് സ്ഥാനത്തെത്തിയപ്പോഴും അത് നിലനിർത്തപ്പെടുവാനായിട്ടിടയായിട്ട് തീർന്നു. Because Daniel knew who he was and that he was able to make firm that decision and also be stick to that decision. നമുക്കറിയാം, യോസഫിനെ കുറിച്ച് നമ്മൾ തിരുവനന്തപുരത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, പാപം ചെയ്യാനായിട്ടുള്ള എല്ലാ അവസരവും ഈ യോസഫിന് വീണ് കിട്ടിയതാണ്. Even in the life of Joseph, we see that where he had all the opportunities that were there to go back to sin. ദൈവം ഈ കയ്യിനോട് പറഞ്ഞതുപോലെ യോസഫിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് കഴിയും. പാപം വാതിൽക്കൽ നിന്നപ്പോൾ നമുക്കറിയാം, യോസഫ് അവയെ വിട്ട് ഓടുവാനായിട്ട് യോസഫിന് മനസ്സിലായി, ഞാൻ ആരാണ്, എന്റെ ഐഡന്റിറ്റി എന്താണെന്നുള്ള ഒരു ബോധ്യം യോസഫിന്റെ ജീവിതത്തിൽ കാണുവാനിടയായി തീർന്നു. And just like how we see in the life of Cain also, where the sin is at the door, just the same way the sin was there at the doorstep of Joseph, but Joseph was very clear to understand who he was, and he was able to stick on with that. നമുക്കറിയാം, മറന്നുപോയി ജീവിച്ചിട്ടുള്ളവരെയും തിരുവനന്തപുരത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണാനായിട്ട് കഴിയും. We also look at the people who forgot about who they were. ഞാൻ ആരാണെന്നുള്ള ഐഡന്റിറ്റി മറന്നു കഴിയുമ്പോൾ ജീവിതത്തിൽ അനേക പരാജയങ്ങൾക്ക് കാരണമായി തീരുവാനായിട്ടിടയായി തീരും. And they don't realize who they are, or they forget about who their identity, that there's a big disaster that is going to happen in their life. നമുക്കറിയാം, ശിംശോനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും, ജനനം കൊണ്ട് വളരെ ദൈവത്തിന് പ്രസാദമുള്ള ഒരു കുഞ്ഞായി ജനിച്ച് വളർത്തപ്പെട്ട മനുഷ്യനായിരുന്നു ശിംശോൻ. And we see in the life of Samson where he was a person who was born with a very good heart and also was able to be close with God. എന്നാൽ ശിംശോൻ ആരാണെന്നുള്ള ഐഡന്റിറ്റി ശിംശോൻ മറന്ന് തന്റെ ജീവിതത്തിൽ വലിയ പരാജയങ്ങൾക്ക് കാരണക്കാരനായി തീരും നമുക്ക് കാണുവാനായിട്ട് കഴിയും. But here we see Samson had forgotten who his identity was, and it became a big failure in his life. തിരുവചനം പിന്നെയും പരിശോധിക്കും, നമുക്ക് കാണുവാനായിട്ട് കഴിയും, ഒരു യോന എന്ന് പറയുന്ന ദൈവദാസൻ താൻ ആരാണെന്നറിയാതെ കടൽ പ്രക്ഷുബ്ധമായപ്പോഴും അല്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ സംഭവിച്ചപ്പോഴും കടലിന്റെ അടിത്തട്ടിൽ സുഖമായി കിടന്ന് ഞാൻ ആരാണെന്ന് മറന്നുപോയ ഒരു യോനയെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. Also, when we look into the life of Jonah, we see that he forgot his identity and he's there sleeping in the bottom of that ship, and he forgot about who he was. നമുക്കറിയാം, ആ കപ്പലിലുണ്ടായിരുന്ന ജാതികളായ അനേക ആളുകൾ അവർക്കൊക്കെ ആശങ്കകൾ പരന്നപ്പോഴും അവരൊക്കെ പല വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇവിടെ മനോഹരമായ ഉറക്കത്തിന് വേണ്ടി സ്ഥലം കണ്ടെത്തി ഞാൻ ആരാണെന്ന് മറന്നുപോയ ഒരു യോനയുടെ ചിത്രം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. When we see the people who were worried or was afraid about the storm and they were trying to do various things, but we see in the life of Jonah where he was sleeping peacefully and he forgot about his identity. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ കാര്യം ഞാൻ ഓർപ്പിച്ചുകൊള്ളട്ടെ.
Tonight, let me remind you, dear beloved, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് നമുക്ക് വിരൽ ചൂണ്ടുവാൻ സഹായിക്കട്ടെ. and let us point ourselves on our Christian lives. നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ മറന്നുപോയി, അല്ലെങ്കിൽ നാം കർത്താവിന്റെ സ്ഥാനാപതികളാണെന്നുള്ള ഐഡന്റിറ്റി മറന്നുപോയി പലപ്പോഴും നാം ലോകക്കാരെ പോലെ ആകാറുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. We forgot about the fact that we are ambassadors for Christ, and we also became like the worldly people. നമുക്ക് ഇതിന് അഞ്ചാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് കടന്നു. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, മൊർദെഖായിയുടെ ജീവിതത്തിൽ മൊർദെഖായി ആരാണെന്നുള്ള ഒരു തിരിച്ചറിവ് മൊർദെഖായിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. But when we come back, we see that point where Mordecai realized who he was, and he was able to be firm with that. ഒരു യഹൂദൻ എന്നുള്ള നിലയിൽ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യന്റെ മുമ്പിൽ വണങ്ങുവാൻ കുമ്പിടുവാനും ദൈവം അത് അനുശാസിക്കുന്നില്ല എന്നുള്ളൊരു പൂർണ്ണ തീരുമാനം മൊർദെഖായിയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. Mordecai stuck to the decision that as a Jew he would not be able to bow himself to any one of them. അതിന് അഞ്ചാമത്തെ കാര്യം, Fifthly, നമുക്ക് അതിന്റെ 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, chapter 3, verse 8. പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട്, നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി ചിന്നിച്ചിതറി കിടക്കുന്നു, അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളോടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അവൻ രാജാവിന്റെ പ്രമാണങ്ങൾ അനുസരിക്കുന്നില്ല, അതുകൊണ്ട് അവരെ അങ്ങനെ വിടുന്നത് രാജാവിന് യോഗ്യമല്ല. And Haman said unto King Ahasuerus that there is a certain people scattered abroad and dispersed among the people in all the provinces of the kingdom. And their laws are diverse from all the people, neither keep the king's law. Therefore it is not for the king's profit to suffer them. ഇവിടെ ഹാമാൻ എന്ന് അഹശ്വേരോശ് രാജാവിനോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. Here we see a statement that Haman is trying to put forward to King Ahasuerus. നമ്മുടെ രാജ്യത്തിലുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ ഒരു ജാതി ചിന്നിച്ചിതറി കിടക്കുന്നു, അവരുടെ പ്രമാണം നമ്മുടെ പ്രമാണത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. And we see that there are people that are scattered out there, and there's a people that their laws are not belonging or equal with our laws. ഇതാ നമുക്ക് കാണാൻ കഴിയും, അവർ പിടിക്കപ്പെട്ടവരാണെങ്കിൽ പോലും അവരുടെ പ്രമാണം, ദൈവത്തിന്റെ പ്രമാണം അവർക്ക് മുറുകെ പിടിപ്പാനിടയായിട്ട് തീർന്നു. We see here that though they were people that were captured, but they were the ones who kept firmly the Lord's commandment. നമുക്കറിയാം, ആ രാജ്യത്തെ രാജഭരണം അല്ലെങ്കിൽ രാജാവിന്റെ പ്രമാണത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു പ്രമാണമായി ജീവിക്കുന്ന ഒരു ജനതയെ അവർക്ക് കാണുവാനിടയായിട്ട് തീർന്നു. And they were also able to see about the people that were living separately from the laws that they were trying to follow. ഇന്ന് ആത്മീയ ഗോളത്തിലുള്ള ഏറ്റവും വലിയ പരാജയത്തിന്റെ രണ്ടാമത്തെ ഒരു മുഖമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നാം പ്രമാണം ലഭിക്കപ്പെട്ടവരാണ്, എന്നാൽ ആ പ്രമാണത്തിന് നാം വില കൊടുക്കാതെ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ലോകക്കാരുടെ പ്രമാണത്തോട് ചേർന്ന് പോകുവാൻ ആഗ്രഹിക്കുന്ന അനേക വിശ്വാസികളെ ഇന്ന് സമൂഹത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. And even today also in our Christian life, these are the things that we have also received. We have also got the laws, but there are many out there who are living their own ways and not trying to stick on with these laws. ദൈവം തന്റെ ചങ്കല ചോര നൽകി എന്നെയും നിങ്ങളെയും സ്നേഹിച്ച് എന്നെയും നിങ്ങളെയും വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് നമുക്കൊരു പ്രത്യേക പ്രമാണം തന്നിട്ടുണ്ട്. നാം ഒരു വേർപാടിന്റെ ജീവിതം അനുഷ്ഠിപ്പാനായിട്ട്, നാം വേർപെട്ടവരായിട്ട് ജീവിപ്പാനായിട്ടാണ് എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And we know that Lord Jesus Christ is the one who shed his precious blood so that we could be saved, and we were the ones who were separated, but are we be able to live that separated life? We are the ones who are supposed to be separate from all the other worldly things. എന്നാൽ ഇന്ന് അനേകരെ കുറിച്ച് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ലോകക്കാരെ പോലെ ലോകത്തിലേക്ക് ഇറങ്ങി ലൗകിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ നമുക്ക് ഇന്ന് സമൂഹത്തിൽ കാണുവാനായിട്ട് ഇടയായി തീരും. And it is very heartbroken to see about many of them who are not able to leave that law, stick on with the law, but going along with the worldly things. നാം സാധാരണ പറയാറുണ്ട്, പാമ്പിനെ കഴിക്കുന്ന നാട്ടിൽ ചെന്നാൽ അതിനെ നടുദണ്ഡം കഴിക്കണമെന്ന് പറയുന്നത് പോലെ നമ്മൾ എവിടെ ചെന്നാൽ അവരെ പോലെ ഇഴകിച്ചേർന്ന് അവരുടെ ആശയങ്ങൾക്കനുസരിച്ച്, അവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച്, അല്ലെങ്കിൽ അവർ ചെയ്യുന്നതനുസരിച്ച്, അവർ എന്തൊക്കെ കാര്യങ്ങൾ ലോകത്തിൽ കാട്ടിക്കൂട്ടുന്നോ അതനുസരിച്ച് നാമും ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് വിശ്വാസ സമൂഹം ജീവിക്കുന്നത്. പറയാതിരിക്കുവാൻ നിവൃത്തിയില്ല. And just like the old saying also, it is the same thing that is happening amongst the believers out here. When they go along to a separate place, they also try to club along with the laws that are there over there. നാം ഏത് ലോകത്തിൽ പോയാലും ദൈവം നമുക്കൊരു പ്രമാണം വെച്ചിട്ടുണ്ട്, ദൈവം നമുക്ക് ജീവിക്കുവാനായിട്ട് ചില നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. അതനുശ്വാസിക്കുവാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. അതിന് യാതൊരു മാറ്റവുമില്ല പ്രിയപ്പെട്ടവരെ. And dear beloved, whichever places you are going around, or whichever places you are placed in, but Lord has given us a specific commandments, and that is something that we need to obey in our lives. എന്തുകൊണ്ടാണ് ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയേണ്ടി വന്നത്?
Why is it that Haman had said that statement to King Ahasuerus? അവരുടെ പ്രമാണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രമാണം കാത്തു സൂക്ഷിക്കുവാൻ മൊർദെഖായിക്കും അവന്റെ ജനതയ്ക്കും കഴിഞ്ഞതുകൊണ്ടാണ് ഹാമാൻ ഇത് തിരിച്ചറിയുവാനുള്ള ഒരു കാരണമായിട്ട് തീർന്നത്. And because Haman was able to realize the fact that Mordecai and his people are sticking on with a separate law. എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളായ നാം ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു വേർപെട്ട ജീവിതം അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ, ഒരു വേർപാട് മറ്റുള്ളവരിൽ നിന്ന് പാലിച്ചെങ്കിൽ മാത്രമേ നമ്മെ കുറിച്ച് ലോകത്തിന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുള്ളൂ. ഇവർ വേർപെട്ട ജനമാണ്, അല്ലെങ്കിൽ ഇവർ നമ്മളിൽ നിന്ന് വ്യത്യസ്തരാണ്, ഇവർക്കൊരു പ്രമാണം വേറെയുണ്ട്, ഇവർ അനുഷ്ഠിക്കുന്ന വിശ്വാസം, ഇവർ അനുസരിക്കുന്ന ദൈവത്തിന്റെ പ്രമാണം അത് നമ്മളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് അവർക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുള്ളൂ. Dear beloved, since we also are separate people, we also have to live that separated life. Then only the worldly people will be able to realize and understand that these people are a separate generation and they have a separate law. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് സൂം മീറ്റിംഗിന്റെ കുറവില്ലാത്തവരാണ് നാം ഓരോരുത്തരും. And we have plenty of Zoom meetings amongst us. നമുക്ക് അനേക വചന ശുശ്രൂഷകൾ നാം കേൾക്കുവാൻ ഭാഗ്യം ലഭിക്കുന്നവരാണ് നാം ഓരോരുത്തരും. And we are a generation who have heard a lot of sermons. ദൈവവചനത്തിന് യാതൊരു കുറവും നമ്മുടെ മധ്യത്തിൽ ഇല്ല. And there is no shortcomings or lack of word of God with us. എന്നാൽ പ്രായോഗിക ജീവിതത്തിൽ നാം ലോകക്കാരിൽ വ്യത്യസ്തരായി ജീവിക്കാനായിട്ടുള്ള നിർബന്ധം നമ്മുടെ മേൽ കിടക്കുന്നു. നാം ഓർക്കുകയും അതിൽ ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ്. And it is much needed that we might be able to be separated or not go along with the worldly things. നമുക്ക് തിരുവനന്തപുരത്തേക്ക് കടന്നു വരുമ്പോൾ അതിനും അത്രയും ഉദാഹരണങ്ങൾ കാണുവാനായിട്ട് കഴിയും. When we come back to the word of God, we can see a lot of examples for this. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം അബ്രഹാം ഹിത്യരുടെ ഇടയിലാണ് പാർത്തത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And we know when we come back to Genesis, where Abraham had lived along with the Hittites. തന്റെ ഭാര്യയായിരിക്കുന്ന സാറ മരിച്ചപ്പം സാറയെ അടക്കം ചെയ്യാനായിട്ട് സ്ഥലം വാങ്ങാനായിട്ട് അബ്രഹാം ഹിത്യരുടെ മുമ്പിലേക്ക് പോകും നമുക്ക് കാണാനായിട്ട് കഴിയും. And when Sarah had passed away, here is a scene where Abraham is going towards Hittites to buy a piece of land. വളരെ വർഷത്തിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു ഹിത്യർ നമുക്ക് കാണുവാനായിട്ട് കഴിയും. We know that Hittites were the one who lived a sinful life. എന്നാൽ അബ്രഹാം ആ സ്ഥലം വാങ്ങാനായിട്ട് അവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, when Abraham is standing in front of him to buy the land, ഹിത്യർ പറയുന്നൊരു മറുപടി ഉണ്ട്, മേത്തരമായ സ്ഥലം അങ്ങ് തെരഞ്ഞെടുക്ക്, ഞങ്ങൾ അങ്ങേ ദൈവത്തിന്റെ ഒരു പ്രഭുവായിട്ട് കാണുകയാണെന്നുള്ള ഒരു വലിയ സാക്ഷ്യം അബ്രഹാമിന് പ്രാപിപ്പാൻ കൊണ്ടുമിടയായിട്ട് തീർന്നു. And Abraham was able to receive that great testimony that whatever land you see amongst you, you'll be able to see because you are a servant of God. കാരണം എന്തുകൊണ്ടാ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും, അബ്രഹാമിന് ഒരു പക്ഷേ അവരെ പോലെ ജീവിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. Though we know that Abraham had the opportunities to live just like the Hittites, എന്നാൽ തന്റെ ജീവിതത്തിൽ ആ വേർപാടിന്റെ ജീവിതം കാത്തു സൂക്ഷിക്കുവാൻ അബ്രഹാമിന് കഴിഞ്ഞത് കൊണ്ടാണ് ആ ജാതികളായ മനുഷ്യർ പറഞ്ഞത്, ഞങ്ങൾ അങ്ങ് ദൈവത്തിന്റെ പ്രഭുവായിട്ട് കാണുകയാണ്. And that's because he was able to live a separated life as a servant of God, and that is why Hittites were able to consider him as one. കാരണം അബ്രഹാമിന് ഒരു പ്രമാണം ഉണ്ടായിരുന്നു, അത് ജാതികളുടെ പ്രമാണത്തിന് വ്യത്യസ്തമായിരുന്നു. എന്നാൽ തന്റെ ജീവിതത്തിൽ ദൈവം നൽകിയ ആ പ്രമാണത്തിന് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവം നൽകിക്കൊടുത്ത അരുളപ്പാടനുസരിച്ച് അബ്രഹാമിന് ജീവിക്കുവാൻ കൊണ്ടുമിടയായിട്ട് തീർന്നു. Because Abraham was a Jew and he was able to be separated from, because he had received a commandment, a law from the Lord, and he was able to be firm to it. ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു അബ്രഹാമിനോട് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. God had told Abraham how to live. ദൈവത്തിൽ നിന്ന് അരുളപ്പാടുകൾ സ്വീകരിച്ച് ജീവിച്ച മനുഷ്യനാണ് നമുക്ക് അബ്രഹാമിനെ കുറിച്ച് കാണാനായിട്ട് കഴിയുന്നത്. We can see about Abraham was the one who took the laws and also was able to practice it in life. എന്നാൽ അതിനുശേഷമാണ് നമുക്കറിയാം ദൈവം അവർക്ക് പ്രമാണങ്ങളെ അല്ലെങ്കിൽ തന്റെ ജനമായ ഇസ്രായേലിന് പ്രമാണങ്ങളെ നൽകി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. After that, when Lord had given to the Israelites the commandments, ഞാൻ പറഞ്ഞു വന്നത് അബ്രഹാം ആ ജാതികളുടെ മുൻപാകെ ഒരു വ്യത്യസ്ത മനുഷ്യനായിട്ട് ജീവിക്കുവാനിടയായി തീർന്നു. One thing I want to point out here is that Abraham was able to live a separate life. എന്നാൽ അതേ സമയത്ത് നമുക്കറിയാം അബ്രഹാമിനോട് കൂടെ ജീവിച്ചൊരു മനുഷ്യനായിരുന്നു ലോത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. But at the same time we see Lot, who also at the same time with along with ലോത്ത് സോദോമിലേക്ക് പോയിട്ട് എന്താ ചെയ്യുന്നറിയാമോ? What did he do when he went to Sodom? അവരുടെ ദുഷ്കാമ പ്രവൃത്തികളൊക്കെ കണ്ട് മനംനൊന്ത ഒരു മനുഷ്യനായിട്ട് ലോത്തിന് മാറേണ്ടതായിട്ട് വന്നു. And he was able to be entangled with the sinful ways over there. തന്നെയുമല്ല അവരുടെയൊക്കെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു വക്കീല് പോലെ ഒരു പണിയുമായിട്ടും ലോത്തിന് ജീവിക്കേണ്ടതായിട്ട് വന്നു. And Lot also took the work that where he was able to be an advocate for their sinful needs. തിരുവചനത്തിൽ കാണുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും, സോദോമിற்கு ദേഷ്യം വന്നിട്ട് അവനെ ഉന്തി മാറ്റിയെന്ന് നമുക്ക് കാണാനായിട്ട്, നീ ആരാണ് ഇവിടെ കാര്യങ്ങൾ തീർക്കാമെന്നുള്ള നിലയിലേക്ക് പോലും കാര്യങ്ങൾ കടന്നു വരുവാനിടയായിട്ട് തീർന്നു. And we see about how Lot is also trying to be angry and saying that who are you to make the decisions out here? എന്റെ പ്രിയപ്പെട്ട രണ്ട് ഉദാഹരണങ്ങൾ എത്രയോ നമുക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഉദാഹരണങ്ങളാണ്. There's two examples what kind of learnings we can take out from here. അബ്രഹാം തന്റെ ജീവിതത്തിൽ തിരഞ്ഞെടുത്ത ജീവിത രീതി കൊണ്ട് അവനൊരു നല്ല സാക്ഷ്യം പ്രാപിപ്പാനിടയായിട്ട് തീർന്നു. Abraham took a different way and there he got a great testimony.
എന്നാൽ ലോകത്തിന്റെ ജീവിതത്തിലേക്ക് കണ്ടോ, അവിടെ ലോകക്കാരെ പോലെ അതിലിടപെട്ട് അവരുടെ പ്രശ്നങ്ങൾ ഇടപെട്ട് അവരെ പോലെ സെൽഫി എടുത്ത് അവരെ പോലെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ അവരെ പോലെ പിക്ചർ അയച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷേ ഒരു നല്ല സാക്ഷ്യത്തിനുടമയായി തീരുവാൻ ലോകത്തിനിടയായിട്ട് തീർന്നില്ല പ്രിയപ്പെട്ടവരെ. And Lot was along with those people there, walking in the sinful ways, doing the things that the worldly people do, and he was not able to leave or get a great testimony out from. എന്നാൽ ഇവിടെ നമുക്ക് മൊർദെഖായിയെ കുറിച്ച് കാണാനായിട്ട് കഴിയുന്നത് അവന്റെ പ്രമാണം അനുസരിച്ച് ജീവിപ്പാൻ അവനിടയായിട്ട് തീർന്നു. And we see the life of Mordecai where he was able to stick on with that law that he had received. 5 മിനിറ്റ് കൂടെ ഉള്ളല്ലോ, ഞാൻ എന്റെ അവസാനത്തെ വാക്കൂടെ പറഞ്ഞ വാക്കിൽ അവസാനിപ്പിക്കാം. 5 minutes, let's quickly wind up here. ഇവിടെ 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. Chapter 4 verse 1. ഒരു ജീവിതത്തിലുണ്ടായിരുന്ന വലിയ ഒരു നല്ല സ്വഭാവം നമുക്ക് കാണാനായിട്ട് കഴിയും. Another good quality. വായിക്കുന്നു, വായിച്ചേ. When Mordecai perceived all that was done, Mordecai rent his clothes and put on sackcloth with ashes and went out into the midst of the city and cried with a loud and a bitter cry. Yes, ഇവിടെ നമുക്ക് ഈ സംഭവ ചരിത്രം നമുക്കറിയാം. ഈ ഹാമാൻ വലിയ സ്ഥാനത്തൊക്കെ കയറിയിരുന്നപ്പോൾ യഹൂദന്മാരോട് ശത്രുതയായി അവരുടെ രാജ്യത്തിൽ അവർ പ്രത്യേക ജനതയായിട്ട് വളരുന്നു, അവരുടെ പ്രമാണം വ്യത്യസ്തമാണ് എന്ന് രാജാവിനെ ധരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം യഹൂദന്മാരായിരിക്കുന്ന സ്ത്രീകളെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും സഹോദരരെയും കൊല്ലുവാനായിട്ടുള്ള തീരുമാനമെടുക്കുന്ന ഒരു ഹാമാനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. And we know the incident that is happening here. Haman has reached to a level where he is able to convince the king Ahasuerus to make separate laws where they understood that the Jews were not trying to follow and try to kill the women and the children over there. ഈ മൊർദെഖായി ഈ സംഭവം അറിയുകയാണ്. And Mordecai was able to hear about this. തന്റെ ജനതയെ നശിപ്പിക്കാനായിട്ട് പോവുകയാണ്. These people are going to be destroyed. അവരെല്ലാം കൊന്നുകളയാനായിട്ട് ഒരു തീരുമാനമെടുക്കുകയാണ്. A decision to kill them all. അവരെ കൊള്ളയടിക്കാനായിട്ട് അവർ തീരുമാനമെടുക്കുകയാണ്. And he was completely wiped them out. എന്നാൽ ഇവിടെ മൊർദെഖായിയുടെ ജീവിതത്തിൽ കണ്ട ഒരു ഗുണവിശേഷം നമുക്ക് 6-ാമത്തെ കാര്യം, ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ഒരു മൊർദെഖായിയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. Another quality of Mordecai, we can see that in the presence of the Lord, he was able to cry out. മൊർദെഖായിയുടെ മുൻപിൽ മറ്റു യാതൊരു വഴികളും ഇല്ലായിരുന്നു. And there was no other way ahead of Mordecai. എസ്തർ രാജ്ഞിയായി തീർന്നുവെങ്കിൽ പോലും ആ നിലയിൽ അങ്ങനെ ഒരു തീരുമാനം വന്നപ്പോൾ മൊർദെഖായിയുടെ മുമ്പിൽ എല്ലാ വാതിലുകളും അടഞ്ഞു. എന്നാൽ മൊർദെഖായി ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. Oh, Esther was moved to a queen, but there he see that he did not choose any other ways but following in the ways of the Lord by crying out to him. നാം ഓർക്കണം, മൊർദെഖായി തന്റെ സ്വന്തം ജീവന് വേണ്ടിയല്ല ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്നത്. We see that Mordecai is not crying out to the Lord for his own life. ഒരിക്കലും മൊർദെഖായി തന്റെ ജീവിതത്തിൽ തന്റെ ജീവന് വലിയ വില നൽകിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. We see that Mordecai did not give value for his life also. അങ്ങനെയായിരുന്നെങ്കിൽ ഹാമാനെ വണങ്ങിയേനെ മൊർദെഖായി. If that was the case, then he would have bowed down in front of Haman. ദൈവത്തിന്റെ പ്രമാണങ്ങളൊന്നും അനുസരിക്കേണ്ടതായിട്ട് ആവശ്യമില്ലായിരുന്നു മൊർദെഖായിക്ക്. In that case, he would have not obeyed the commandments of the Lord. എന്നാൽ തന്റെ ജീവന് യാതൊരു വിലയും കൊടുത്തില്ലെങ്കിലും ഒരു കാര്യം ഓർക്കണം, മൊർദെഖായി തന്റെ ജനത്തിന് വേണ്ടി ഇടിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. But he was a person who even did not give value for his life, but he was the one who would be able to firmly stand for the people. ഈ സംഭവം കേട്ടപ്പോൾ മൊർദെഖായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു എന്ന് നിലവിളിച്ചു കരയുന്ന, അത്യുച്ചത്തിൽ കരയുന്ന ഒരു മൊർദെഖായി നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീരും. We see Mordecai upon he had heard this situation and he is there crying out loudly to the Lord. എന്റെ പ്രിയപ്പെട്ടവരോട് രാത്രി പറയട്ടെ, beloved, let me tell you like this. നമുക്ക് എത്ര കരയാനായിട്ട് ഇടയായി തീരുന്നുണ്ട്? How much are we able to cry? ഇന്ന് വാസ്തവമായിട്ടും നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പം നമുക്ക് പറയാനായിട്ട് കഴിയുമോ, കർത്താവേ എന്റെ കണ്ണിൽ നിന്ന് ഒരു നിറ്റ കണ്ണുനീര് വന്നിട്ട് എത്ര ദിവസങ്ങളായി? And can we really tell when we sit in the presence of the Lord how many days it has been we have shed a tear in our eyes? ഇവിടെ ജനത്തിന് വേണ്ടി കരയുന്ന ഒരു മൊർദെഖായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. We see about a Mordecai who is crying out for his people. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ കുറിച്ചും നാം നമ്മുടെ രാജ്യത്തിന് വേണ്ടി കരയുവാനുള്ള ദിവസങ്ങളാണെന്നുള്ളത് നാം മറന്നുപോകാതെ ഓർക്കേണ്ട ഒരു കാര്യമാണ്. And we have for many times forgotten the fact that this is the time that we need to spend tears and pray for our nation. ഇന്നത്തെ വാർത്ത ഞാൻ കേട്ടതാണ്, 2 ലക്ഷം ജനങ്ങളാണ് ഒരു ദിവസം കോവിഡ് ബാധിതരായിട്ട് മാറുന്നത്. Today's news I heard that 2 lakh people are suffering from COVID. ആയിരങ്ങൾ മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം ഇന്ന് കടന്നു വന്നിരിക്കുകയാണ്. Thousands are dying and that is a situation that our nation is going through. പറയാൻ സമയമില്ലല്ലോ. ഇന്ന് വാർത്തയിൽ ഞാൻ എന്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാണ്. അവിടുന്ന് ആ ഡെഡ് ബോഡികൾ പോലും അടക്കുവാൻ സ്ഥലമില്ലാതെ മനുഷ്യർ വെമ്പൽപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ രാജ്യത്ത് കടന്നു വന്നിരിക്കുകയാണ്. And right now the situation has arisen where they don't even have place to bury the dead bodies, and that is what I saw in the news.
നമുക്ക് എത്ര കരയാനായിട്ട് ഇടയായി തീരുന്നുണ്ട്? How much are we able to cry? നമുക്ക് എത്ര പ്രാർത്ഥിക്കുവാനിടയായിട്ട് തീരുന്നുണ്ട്? How much are we able to pray? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുഴങ്കാൽ ദൈവത്തിൽ മടക്കിയിട്ട് എത്ര ദിവസങ്ങളായി? How much is it that we have bent our knees to the Lord? വാസ്തവമായി ഇന്ന് രാത്രി നാം ഒരു വചന ശുശ്രൂഷ കേൾക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വിശകലനം നടത്തുന്ന രാത്രിയായിട്ട് തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. And more than hearing from the word of the Lord, tonight might be a time where we might analyze ourselves in the presence of the Lord. ഒരു ദിവസത്തിൽ 2 മിനിറ്റെങ്കിലും നമ്മുടെ മുട്ടുകാൽ മടക്കി നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കുവാനിടയായിട്ട് തീരുന്നുണ്ടോ? Even for 2 minutes, are we able to bow down our leg and pray and knee and pray to the Lord? 24 മണിക്കൂറിനുള്ളിൽ നാം ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെ ആയിരിക്കണം: 2 മിനിറ്റെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ മുട്ടുകാലുകൾ മടക്കുവാൻ കഴിഞ്ഞാൽ എത്രയോ വലിയ കാര്യമായിട്ട് ദൈവം എന്നെയും നിങ്ങളെയും കുറിച്ചും കാണുന്നറിയാം. And if there is in the 24 hours, if there's 2 minutes that we are able to spend and pray to the Lord, പ്രാർത്ഥിക്കുവാനുള്ള ഉത്തരവാദിത്വം എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുക. the Lord desires that the responsibility that is given to us to pray. മൊർദെഖായി ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. Mordecai, he is praying out to the Lord. തന്റെ ജനത്തെ നശിപ്പിക്കുവാനായിട്ട് പോകുന്നു. These people are going to be killed. അവർ നശിക്കപ്പെടുവാനായിട്ട് പോകുന്നു. Their people are going to be killed. ദൈവമേ, നീ അതൊരിക്കലും അനുവദിക്കരുതേ എന്ന് ദൈവസന്നിധിയിൽ നിലവിളിക്കുക മാത്രമല്ല, ഉച്ചത്തിൽ നിലവിളിച്ച് കരയുന്ന ഒരു മനുഷ്യനായിട്ട് നമുക്ക് മൊർദെഖായിയെ കാണുവാനിടയായിട്ട് തീരും. And here he's praying for the protection of his people, not only in his prayer but crying out loudly to the Lord. ഇതിന്റെ പ്രിയപ്പെട്ടവർ, വളരെ സ്നേഹത്തോട് ഞാൻ പറയട്ടെ, May I tell you too in a loving manner, ഒരുപക്ഷെ നമുക്ക് നല്ല ജോലി ഉണ്ടായേക്കാം, you might have a good job, നമുക്ക് ബാങ്ക് ബാലൻസ് നമുക്ക് ഉണ്ടായേക്കാം, you might have a big bank balance, നമുക്ക് കോവിഡിന്റെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലായേക്കാം, you might not have any COVID issues. എന്നാൽ നമ്മൾ ഓർക്കണം, നാം സുഖ സമൃദ്ധിയിൽ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ, and when we are living in a very peaceful life, ദൈവജനങ്ങൾ പോലും ഇന്ന് നമ്മുടെ രാജ്യത്തിൽ കഷ്ടതയുടെയും കണ്ണുനീരിന്റെയും മധ്യത്തിൽ ജീവിക്കുമ്പോൾ, when our dear servants of Lord in our nations are living a very difficult life, അവർക്ക് വേണ്ടി ഇടിവ് നിൽക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ മുഴങ്കാലുകൾ ദൈവസന്നിധിയിൽ മടക്കുവാൻ എന്നെയും നിങ്ങളെയും കുറിച്ചും ദൈവം ആഗ്രഹിക്കുക. The Lord desires that me and you should be able to bend our knee and pray for these people. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കരയാം, Let us cry. നമുക്ക് മൊർദെഖായിയെ പോലെ ദൈവസന്നിധിയിൽ നമുക്ക് ജാഗരിക്കാം. Let us come to the Lord just like Mordecai. കർത്താവ് സഹായിക്കട്ടെ. May the Lord help us. ഇനി നാം വായിച്ച ആദ്യത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. Let's come back to the first verse that we read. എസ്തേറിന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. Esther chapter 10 verse 3. ഇവിടെ നമ്മൾ വായിക്കുന്ന അഹശ്വേരോശ് രാജാവിന്റെ രണ്ടാമനായിട്ട് ഈ മനുഷ്യൻ ഉയർത്തപ്പെടുകയാണ്. We see that he was the second in that kingdom. യഹൂദന്മാരിൽ വെച്ച് And just like സഹോദര സംഘത്തിന് ഇഷ്ടം, നമ്മൾ ഓർക്കണം, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കൂടെ അവന് സമ്പാദിച്ച സാക്ഷ്യം എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ കണ്ടോ, സഹോദര സംഘത്തിന് ഇഷ്ടനും സ്വജനത്തിന് ഗുണകാംക്ഷയും തന്റെ സർവ്വവംശത്തിനും അനുകൂലമായ ഒരു വാദിയും ആയിരുന്നു. And for Mordecai the Jew was nested to King Ahasuerus, and great among the Jews, accepted of the multitude of his brethren, seeking the wealth of his people and speaking peace to all his seed. എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. I like to close my topic here. ഒരു ചെറിയ മനുഷ്യൻ, A small man. ദൈവം തന്റെ വേലകൾക്കായിട്ട് ഉപയോഗിച്ചിട്ടുള്ളവരൊന്നും വലിയ മനുഷ്യരല്ല, ഒരു ചെറിയ മനുഷ്യൻ. And God had never chosen a big person for his ministry. എന്നാൽ അവൻ ദൈവം മുൻപാകെ ഏറ്റവും വലിയവനായിട്ട് തീർന്നു. But we see how he had grown up to be a big man. എങ്ങനെ വലിയവനായി തീർന്നു? How did he become a big man? എങ്ങനെ അവൻ സ്വജനത്തിന് ഗുണകാംക്ഷയായി തീർന്നു? How he became chosen among his people? എങ്ങനെ അവൻ സ്വജനത്തിന് ഇഷ്ടക്കാരനായി തീർന്നു? How did he become chosen among his people? എങ്ങനെ അവൻ സർവ്വവംശത്തിനും അനുകൂലവാദിയായി തീർന്നു? How he was acceptable above the multitude? 6 കാര്യങ്ങൾ നമുക്ക് കാണുവാനിടയായി തീർന്നു. We saw 6 different things. ആശ്രിതർക്കായിട്ട്, ആരുമില്ലാത്തവർക്കായിട്ട് തന്റെ ജീവിതം ഏൽപ്പിച്ചു കൊടുത്തൊരു മൊർദെഖായി. I may say a person who had no one, he keeps himself a life for him. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള ഹൃദയമുള്ള ഒരു മൊർദെഖായി. A heart that was there to encourage each other. അസൂയയില്ലാത്ത ഹൃദയമുള്ള ഒരു മൊർദെഖായി. A person who had no jealousy in his heart. നമ്മൾ കണ്ടു, താൻ ആരാണെന്നുള്ള ആ വലിയ ചിന്ത ഉണ്ടായിരുന്ന ഒരു മൊർദെഖായി. And fourthly, we saw about who he was, and that was what Mordecai knew. 5-ാമത് കണ്ടു, ഒരു പ്രമാണം കാത്തു സൂക്ഷിച്ച, ഒരു മറ്റുള്ളവരുടെ പ്രമാണത്തിൽ വ്യത്യസ്തനായി ജീവിച്ച് ജീവിതം തെളിയിച്ചു കൊടുത്തൊരു മൊർദെഖായി. And fifthly, we saw about how he lived a separated life. 6-ാമത് നമ്മൾ കണ്ടു, ദൈവസന്നിധി നിലവിളിക്കുന്ന, ഉച്ചത്തിൽ കരയുന്ന ഒരു മൊർദെഖായി. And we see sixth, that a person who was crying out loudly to the Lord. അങ്ങനെ ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട്, And because a person like this was there, ആ ജനതയ്ക്ക് ആ ദോഷത്തിൽ നിന്നൊക്കെയും വിടുതൽ ലഭിക്കുകയും, and they were able to be saved from that disaster. അവർക്കെതിരെ നിന്ന ഹാമാൻ ആ കഴുമരത്തിൽ തൂങ്ങി അവൻ മരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കടന്നു വരാനിടയായി തീർന്നു.
And in front of them, they could able to see Haman being killed. ഈ മനുഷ്യനെ പോലെ നമുക്കും ജീവിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. May the Lord help us just like to be like Mordecai. ദൈവം എത്ര നല്ലവനാണ്, How great our Lord is, ദൈവം എത്ര വിശ്വസ്തനാണ്. how faithful he is. തന്റെ ചങ്കില ചോര മുഴുവനും നൽകി എന്നെയും നിങ്ങളെയും സ്നേഹിച്ചപ്പോൾ, And because he shed his blood to save and love each one of us, നമുക്കും ദൈവസന്നിധിയിൽ മഹാന്മാരായിട്ട് തീരുവാനിടയായി തീരും. because we were able to be, so that we will be able to be great in his sight. നമുക്ക് ദൈവസന്നിധിയിൽ വളർന്ന ഉയരങ്ങളിൽ വളരുവാനിടയായിട്ട് തീരും. And it will be helpful that we will be able to grow in the Lord. മൊർദെഖായി മുറുകെ പിടിച്ച ആത്മീയ സത്യങ്ങൾ നമ്മുടെയും ജീവിതത്തിൽ നമുക്ക് മുറുകെ പിടിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. And just like Mordecai, who was able to cling on to the spiritual truth, let us also do the same. ഈ വചനങ്ങളും തുടർന്നുള്ള നമ്മുടെ ആത്മീയ ജീവിതത്തിന് അനുഗ്രഹത്തിനും കാരണമായിട്ട് തീരട്ടെ ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. I pray that these words might be a blessing for our spiritual life. ഇങ്ങനെ ഒരു അവസരം തന്ന സ്ഥലം സഭയുള്ള ദൈവനാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. I thank the church for this time that they've given to me. എന്നോടൊപ്പം ട്രാൻസ്ലേറ്റ് ചെയ്ത ജോൺസണോട് പ്രത്യേകം നന്ദി ഈ സമയം ഓർപ്പിക്കുകയാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ, അവന്റെ നാമം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. May the Lord bless us and may his name be glorified. Amen.